ഇതാണ് മുത്തേ കട്ടിൽ ഫിഷ്, അതല്ലെങ്കിൽ കക്കൂന്താന്ന് പറയും. ഇപ്പൊ നമ്മളെ ഇവിടെ ഈ മലബാർ ഏരിയയിലൊക്കെ പറയും കക്കൂന്ത, അതല്ലെങ്കിൽ അണ്ടിക്കൂന്തൽ എന്ന് പറയും. ഈ കൂന്തലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് വെറും 2 വർഷം മാത്രമേ ആയുസുള്ളൂ. 2 വർഷം മാത്രമേ ഈ കൂന്ത ജീവിക്കുള്ളൂ. ആ 2 വർഷത്തിൽ 1 മീറ്ററിലെ മാപ്പിട്ട് ഇത് വലുപ്പം വെക്കും. ഈ കൂന്തള് ഇതിവിടെ ചെറുത് നമുക്ക് മറ്റു കൂന്തന്റെ ഇടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാല് ഇതിന്റെ പുറത്ത് ഒരു പേടുണ്ടാവും. നമ്മൾ കാട്ടിത്തരട്ടെ, ഒന്ന് എടുത്താണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇത് വളരെ ചെറുതാണ് കേട്ടോ. ഇത് നമ്മളിവിടെ പറയും കൂന്തനാക്ക് അല്ലെങ്കിൽ കടൽനാക്ക് എന്നൊക്കെ പറയും. ഇത് ചെറുതാണ്. ഇത് നല്ല വലുപ്പം വെക്കുന്നതൊക്കെ ഉണ്ട്. ഇത് നമുക്ക് 1 കിലോന് ഒരു 700 രൂപ, 800 രൂപ, 1000 രൂപയൊക്കെ വരെ വില വരുന്നൊരു സാധനം കൂടിയാണ്. കാരണം ഇത് പക്ഷികൾക്ക് കാൽസ്യം കൂടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പ്രാവ്, ലവ് ബേർഡ്സ്, പിഞ്ചസ് അങ്ങനത്തെ ഐറ്റംസ് പക്ഷികൾക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാൽസ്യം കൂടും. ഈ കാൽസ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനം കൂടിയാണ് കേട്ടോ. ഇത് അധികം ആളുകൾക്കും അറിയൂല. ഇത് പക്ഷി വളർത്തുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഇത് നല്ല റേറ്റാണ് ഈ സാധനത്തിന്. അവർ കിലോന് 700, 800 ഒക്കെ മേടിക്കുന്ന ആളുകളുണ്ട്. പല റേറ്റും ഉണ്ട് പല സ്ഥലങ്ങളിൽ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ആരോഗ്യം, ഇതിൻ്റെ ഒരു ജീവിതത്തിൽ ഈ 2 വർഷത്തിൽ 95% ഈ മീനിൻ്റെ തൊഴിൽ, അതല്ല ഈ മീനിൻ്റെ ജോലി എന്താന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ഈ മീൻ ജീവിതത്തിൽ ഒന്ന് ശരീരം ഇളകി നടക്കുന്നുണ്ടെങ്കിൽ അത് ഭക്ഷണം കഴിക്കാൻ, അതല്ലെങ്കിൽ അതിൻ്റെ ഇര പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ കൂന്ത എന്താവുന്നുള്ളൂ പുറത്തിറങ്ങുള്ളൂ. അതല്ലെങ്കിൽ മണ്ണിൽ പതിഞ്ഞിങ്ങനെ കിടക്കുക. ഈ കിടക്കുക എന്നുള്ളതാണ് ഈ കൂന്തന്റെ ജോലി. പിന്നെ ഒരു കാര്യം പാടെ പറഞ്ഞുതരാം. തലക്കകത്ത് എന്താ പറയാ ചെവിയുള്ളത്, അതല്ലെങ്കിൽ തലക്കകത്ത് ഹൃദയമുള്ള മീനൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. 3 ഹൃദയമുള്ള ഒരു മീനാണ് ഈ മീൻ. കൂന്തവർഗത്തിൽപ്പെട്ട മീനാണ് ഈ കക്കൂന്ത എന്ന് പറഞ്ഞ സാധനം. 3 ഹൃദയമാണ്. സാധാരണ 1 ഹൃദയം ഉണ്ടാവും എല്ലാവർക്കും, മനുഷ്യരായിക്കോട്ടെ ജീവികളായിക്കോട്ടെ. എന്നാ ഇതിന് തല തിരിച്ചാണ്. 3 ഹൃദയം ഉണ്ടാവും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. നല്ല പഠനം നടത്തി പഠന ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് എന്താക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല. അപ്പോ ഇതിന്റെ ഈ പുറംതൊലി ഇപ്പൊ നമ്മളിത് ഊരിയതാണ്. ഈ പുറമെയുള്ള ഈ സ്കിന്ന് വളരെ മീറ്റ് വളരെ കട്ടി കമ്മിയായിരിക്കും. മീറ്റ് ഇല്ലാന്ന് തന്നെ പറയാം, സ്കിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഈ പുറം സൈഡില് നല്ല കാമ്പ് കട്ടി ഉണ്ടാവും. പിന്നെ എന്താ പറയാ നല്ല ടേസ്റ്റാണ്, നല്ല വളർച്ച വെക്കും ഒക്കെ ചെയ്യുന്ന മീനാണ്. ഇതൊക്കെ തന്നെയാണ് ഈ കൂന്തന്റെ പ്രത്യേകത. അപ്പൊ